റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽബാസറ്റയ്ക്കെതിരെ കോപ്പ ഡെൽ റേയിൽ തുടക്കമൊന്നു പാളിയെങ്കിലും പിന്നെ ലാലിഗ മത്സരത്തിൽ ലവാൻഡയ്ക്കെതിരെ ജയിച്ചതും ചാമ്പ്യൻസ് ലീഗിലും മൊണോക്കോയെ മുക്കിയതുമൊക്കെ ആയപ്പോൾ ആൽവാരോ ആർബിലോവ റയൽ മാഡ്രിഡിൻ്റെ കോച്ച് എന്ന നിലയിൽ പൊലിവിലാണ്. അതിനൊക്കെ ആവേശം കൂട്ടുന്ന വണ്ണം ബാഴ്സ കഴിഞ്ഞ കളി തോൽക്കുകൂടി ചെയ്തപ്പോൾ റയൽ ഇപ്പോൾ ലലീഗയിൽ ബാഴ്സയേക്കാൾ ഒരേ ഒരു പോയിൻ്റ് മാത്രം പുറകിലാണ്. അപ്പോൾ നാളെ VRLനെതിരെ റയൽ കളിക്കാനിറങ്ങുമ്പോൾ ജയിച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്കെങ്കിലും ഒന്നാം സ്ഥാനം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവരുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളിക്ക് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വലിയ കോൺഫിഡൻസിലാണ് ആൽവാരോ ആർബിലോവ സംസാരിക്കുന്നത്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 VRLൻ്റെ മൈതാനത്താണ് ഈ കളി. അപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ പൊളിച്ചടുക്കി കഴിഞ്ഞ മാച്ച് വീക്കിലെ UEFA ചാമ്പ്യൻസ് ലീഗിലെ പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരമൊക്കെ നേടിയ വിനി ജൂനിയർ റയലിൽ തന്നെ തുടരുമോ? ആരാധകർക്ക് കൂവി വിളിക്കുന്നുണ്ടാവും, പക്ഷെ അദ്ദേഹം മിന്നും കളിയാണ്. അപ്പോൾ വിനി തുടരുമോ? ഇപ്പോൾ കുറേ സംശയങ്ങൾ അതിൽ പലർക്കുമുണ്ട്. അത് ആൽവാരോ ആർബിലോവയോട് തന്നെ ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചു, വിനീഷ്യസിൻ്റെ റിനീവൽ എന്തായി? കോച്ചിൻ്റെ മറുപടി, അത് ഞാനല്ല തീരുമാനിക്കുന്നത്, ഇറ്റ്സ് നോട്ട് അപ്പ് ടു മീ. ക്ലബും വിനീഷ്യസുമാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് വിനി ഇവിടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് അദ്ദേഹം ചരിത്രം കുറിക്കണം. ഓൾറെഡി അദ്ദേഹം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. സോ ഇവിടെ നിന്ന് വിനിക്ക് ചരിത്രം കുറിക്കാൻ കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആൽവാരോ ആർബിലോവ പറയുന്നു. അതോടൊപ്പം തന്നെ നാളത്തെ കളിക്ക് റോഡ്രിഗോ തിരിച്ചെത്തും, അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹീസ് ബാക്ക് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.